തിരുവനന്തപുരം നെയ്യാറിന്റെ തീരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാകുന്നു. നഗരമാലിന്യം നിക്ഷേപിക്കാനെത്തിയ വാഹനത്തെയും ഡ്രൈവറെയും നാട്ടുകാർ പിടികൂടി നെയ്യാറ്റിൻകര പോലീസിന് കൈമാറി. ആശുപത്രി മാലിന്യവും മനുഷ്യവിസർജ്യവും ഇവിടെ നിക്ഷേപിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. നെയ്യാറിന്റെ തീരത്ത് നഗരമാലിന്യങ്ങൾ നിക്ഷേപിച്ച് മുങ്ങുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ സംഘടിച്ചത്. നെയ്യാറിന്റെ തീരത്തെ കൊല്ലവിളകത്ത് മാലിന്യം നിക്ഷേപിക്കാനെത്തിയ വാഹനത്തെയും ഡ്രൈവറെയും കൈയോടെ പിടികൂടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലും ഇതേയിടത്ത് നഗരമാലിന്യം നിക്ഷേപിക്കാനെത്തിയതിന് സന്തോഷിനെയും വാഹനത്തെയും നാട്ടുകാരും ഹെൽത്ത് അധികൃതരും ചേർന്ന് പിടികൂടിയിരുന്നു. അന്ന് വാഹനത്തിന്റെയും പുരയിടത്തിന്റെയും ഉടമയായ ബാബുവിന് 25,000 രൂപ പിഴയും ചുമത്തി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നെയ്യാറ്റിൻകര നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡ് ഒരു വാഹനം മാലിന്യത്തോടൊപ്പം പിടികൂടി അതിനെ RDOയ്ക്ക് കൈമാറി. നിയമ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് ആ വാഹനം RDOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് മാലിന്യം കൊണ്ടുവരികയും നാട്ടുകാർ സംഘടിതമായി കക്ഷി രാഷ്ട്രീയങ്ങൾ മറന്നുകൊണ്ട് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ കൂടെ ഈ വാഹനത്തെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത് നഗരസഭയ്ക്ക് കൈമാറി നഗരസഭ ഇന്ന് RDOയ്ക്ക് അത് കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നെയ്യാറിന്റെ തീരത്തെ ഇഷ്ടിക ക്വാറികൾക്ക് വേണ്ടി മണ്ണെടുത്ത് കുഴികൾ രൂപപ്പെട്ട സ്ഥലങ്ങൾ തുച്ഛവിലയ്ക്ക് വാങ്ങുന്ന സംഘമാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറഞ്ഞ റേറ്റിന് വാങ്ങിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യങ്ങൾ സിറ്റിയിൽ അതുപോലുള്ള റെയിൽവേ മാലിന്യം അതെല്ലാം ഒന്നിച്ച് വലിയ ലോഡുകൾ ഡംപ് ചെയ്ത് വന്ന് നിരത്തിയിട്ട് അതിന്റെ പുറത്ത് മണ്ണ് ചെറുതായിട്ട് ഫില്ല് ചെയ്ത് റിയൽ എസ്റ്റേറ്റിലേക്ക് കച്ചവടത്തിലേക്കാണ് പോകുന്നത് വൻ വിലയ്ക്ക്. കുഴികളിലും ചതുപ്പുകളിലും മാലിന്യങ്ങൾ നിക്ഷേപിച്ച് പുറത്ത് മണ്ണിട്ട് മൂടുന്നതോടെ നിലമൊരുക്കുന്ന പ്രവൃത്തി കൂടെ ഇവിടെ നടക്കുന്നു. ഈ ഭൂമി മോഹവിലയ്ക്കാണ് പിന്നീട് വിൽപ്പന. പിന്നിൽ ഭൂമാഫിയ സംഘമുണ്ടോ എന്ന സംശയവും ഉടലെടുത്തിട്ടുണ്ട്. നഗരമാലിന്യങ്ങൾക്ക് പുറമെ റെയിൽവേയിൽ നിന്നും ആശുപത്രിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളും ഇവിടെ എത്തിക്കുന്നു. മനുഷ്യവിസർജ്യവും മാംസാവശിഷ്ടങ്ങളും ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലുള്ള കോർപ്പറേഷന്റെ എല്ലാ ഹോട്ടലുകളിലുള്ളത് റെയിൽവേയിലടക്കമുള്ള എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് ഈ വെള്ളക്കെട്ടിലൂടെയാണ്. ഈ വെള്ളമാണ് അടുത്ത കിണറുകളെല്ലാം ഇറങ്ങി. അതായത് ഈ ദുർഗന്ധം കൊണ്ട് ആ നാട് നടക്കാൻ നിവൃത്തിയില്ല. ഈ യാത്രക്കാർ വരെ എത്രയോ പേര് ഇങ്ങനെ പരാതി പറഞ്ഞു. ഒരു യാത്ര പോലും ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. മാലിന്യം തള്ളുന്നതുമൂലം പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. കിണറുകൾ പലതും മലിനമായി തുടങ്ങിയിട്ടുണ്ട്. ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈച്ചശല്യം പ്രദേശത്ത് ഗുരുതര ആരോഗ്യ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള ഇവിടെ നിന്ന് മഴ പെയ്യുമ്പോൾ ഒലിച്ചിറങ്ങുന്ന മലിനവെള്ളം നെയ്യാറിനെയും മലിനമാക്കി തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി നെയ്യാറിലേക്കും സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലേക്കൊക്കെ ചെന്ന് കിണറുകളിലെ ജലം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് പിന്നീട് മറ്റ് പകർച്ചവ്യാധികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ നിന്നുള്ള മാലിന്യ വാഹനങ്ങളുടെ ഒഴുക്കു തടയുന്നതിലേക്കായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ മാലിന്യം നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെ പിടിച്ചെടുത്ത മാലിന്യം ഹെൽത്ത് അധികൃതർ JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടി. കുടിവെള്ള സ്രോതസ്സുകളെയും പരിസ്ഥിതിയെയും നശിപ്പിക്കുന്ന തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.